computer networks, protocols. Protocol in computer science is a set of rules or procedures for transmitting data between electronic devices such as computers. Computer science നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ അവിടെ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോട്ടോകോൾസ് ആവശ്യം. The rules and conventions used in a communication system are collectively known as protocol. അപ്പോൾ ഈ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ റൂൾസിനെയും കൺവെൻഷൻസിനെയും എല്ലാം കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്നതാണ് ഈ പ്രോട്ടോകോൾ. അപ്പോൾ ഏത് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രോട്ടോകോൾസ് മസ്റ്റ് ആണ്. It is basically an agreement between the communication machines on how communication is to proceed. അപ്പോൾ അത് അടിസ്ഥാനപരമായിട്ടൊരു എഗ്രിമെന്റ് ആണ്. ഏതൊക്കെ കമ്പ്യൂട്ടേഴ്സ് ആണോ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എപ്പോഴൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഏതൊക്കെ തരം ഡേറ്റയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് ആണ്. ഏതൊക്കെ കമ്പ്യൂട്ടേഴ്സ് ആണ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെന്റിനെയാണ് നമ്മൾ ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോട്ടോകോൾസ് മസ്റ്റ് ആണെന്ന് പറയുന്നത്. In order for computers to exchange information, there must be a pre-existing agreement as to how the information will be structured and how each side will send and receive it. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഉള്ളൊരു എഗ്രിമെന്റ്, അതിനെയാണ് നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. നേരത്തെ ഉള്ളൊരു എഗ്രിമെന്റ് വേണം. എങ്ങനെ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അയക്കുന്നു, ആ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ സ്ട്രക്ചർ എന്താണ്, അത് എങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത്, ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് അത് സെൻഡ് ചെയ്യാൻ പോകുന്നത്, അതേപോലെ തന്നെ റിസീവിംഗ് സിസ്റ്റം അത് എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത് എന്നൊക്കെ സംബന്ധിച്ച് ഒരു പ്രോപ്പർ എഗ്രിമെന്റ് വേണം, ഒരു പ്രീ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് വേണം. അതിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. TCP/IP, abbreviation for Transmission Control Protocol, Internet Protocol, the suite of communications protocol used to connect host on the internet. നമ്മൾ ഇന്റർനെറ്റിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ആണ് TCP/IP. ആ TCP എന്നുള്ളത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നതിന്റെ അബ്രിവേഷനും IP എന്നുള്ളത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നുള്ളതിന്റെ അബ്രിവേഷനുമാണ്. അപ്പൊ അത് ഒരു സ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്. ഈ സ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആണ്. ഇന്റർനെറ്റിനകത്തുള്ള ഹോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോട്ടോകോൾ സ്യൂട്ടാണ് ഈ TCP/IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ / ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. TCP/IP uses several protocols. The two main ones are TCP and IP. ഈ TCP/IP ഒരു പ്രോട്ടോകോൾ സ്യൂട്ട് ആണ്. ഒരു പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു കളക്ഷൻ ഓഫ് പ്രോട്ടോകോൾസ് ആണ്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ രണ്ടെണ്ണമാണ്. TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറയുന്ന TCPയും ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന IP. അപ്പോൾ TCP/IP എന്നുള്ളത് സെവറൽ പ്രോട്ടോകോൾസിന്റെ ഒരു സ്യൂട്ടാണ്, ഒരു കളക്ഷൻ ആണ്. അതിൽ പ്രധാനമായിട്ട് രണ്ടെണ്ണം ഉള്ളത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളും ഇന്റർനെറ്റ് പ്രോട്ടോകോളുമാണ്. TCP/IP is built into the Unix operating system and is used by the internet, making it the de facto standard for transmitting data over networks. TCP/IP ആദ്യമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തത് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നു. ഈ TCP/IP തന്നെയാണ് ഇപ്പം നമ്മൾ ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇന്റർനെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അത് ഇപ്പോഴും ഒരു de facto സ്റ്റാൻഡേർഡ് ആണ്. എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷന് ഏതൊക്കെ തരം കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ആദ്യം യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്തതെങ്കിലും ഇപ്പോൾ യുണിക്സ് അല്ലാത്ത വേറെ പല ഇന്റർനെറ്റിൽ ഉള്ള കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ വേറെ
ഒരുപാട് തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തുമെല്ലാം ഈ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് വർക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലെ ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ സ്യൂട്ടാണ് TCP/IP. TCP/IP uses an IP address, a series of numbers divided by a dot example. 100.1.1.1. TCP/IP ഒരു IP അഡ്രസ് നമ്മുടെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനും പ്രത്യേകം ഒരു അഡ്രസ്സ് കാണും. ആ പ്രത്യേകം അഡ്രസ്സിനാണ് നമ്മൾ IP അഡ്രസ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറയുന്നത്. അതൊരു സീരീസ് ഓഫ് നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സ് തമ്മിൽ ഡോട്ട് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കും. ഒരു എക്സാമ്പിൾ ആണ് 100.1.1.1. ഇത് ഡിഫറെന്റ് ക്ലാസസ് ഓഫ് IP അഡ്രസ് ഉണ്ട്. ഈ ഒരു സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ IP അഡ്രസ് യൂസ് ചെയ്താണ് കമ്പ്യൂട്ടറിനെ ഐഡന്റിഫൈ ചെയ്യുന്നതും അതനുസരിച്ച് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. TCP/IP is a connection oriented protocol. TCP/IP എന്നുള്ളത് ഒരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോകോൾ യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ കമ്മ്യൂണിക്കേഷൻ പ്രാവർത്തികമാവുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. The TCP transport entity, a piece of software, manages TCP byte streams and interfaces to the IP layer. ഇതിനകത്ത് TCP ഉള്ളിടത്ത് TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഒരു ട്രാൻസ്പോർട്ട് എൻറ്റിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ആണ് ഈ ബൈറ്റ് സ്ട്രീംസ്. നമ്മൾ ഇന്റർനെറ്റിൽ കൂടെ പോകുമ്പോൾ ഡേറ്റ എല്ലാം അടിസ്ഥാനപരമായിട്ട് ബൈനറി ഫോമിലാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ബിറ്റിന്റെ ഫോമിലാണ് പോകുന്നത്. അവിടെ 8 ബിറ്റിന്റെ കോമ്പിനേഷനാണ് നമ്മൾ ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രീംസ് ഓഫ് ബൈറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പം ഈ സ്ട്രീംസ് ഓഫ് ബൈറ്റ് ആയിട്ട് പോകുന്നതിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പീസ് ഓഫ് സോഫ്റ്റ്വെയർ, ഈ പ്രോട്ടോകോളിൽ വരുന്ന ആ ഒരു പർട്ടിക്കുലർ പീസ് ഓഫ് സോഫ്റ്റ്വെയറിനാണ് നമ്മൾ TCP എന്ന് പറയുന്നത്. ആൻഡ് ഇന്റർഫേസസ് ടു ദി IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ലെയർ. ഇത് IP ലെയർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ലെയറുമായിട്ട് ഇന്റർഫേസ് ചെയ്തിരിക്കും. അങ്ങനെയാണ് ഇത് ക്ലബ് ചെയ്ത് TCP/IP എന്ന് പറഞ്ഞ ഒരു കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ TCP/IP പ്രോട്ടോകോൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ TCP പ്രോട്ടോകോളും വർക്ക് ചെയ്യണം, അതേപോലെ തന്നെ IP പ്രോട്ടോകോളും വർക്ക് ചെയ്യണം. അതിൽ TCP പ്രോട്ടോകോൾ പീസ് സോഫ്റ്റ്വെയർ അത് മാനേജ് ചെയ്യുന്നു, ബൈ സ്ട്രീം മാനേജ് ചെയ്യുന്നു. അത് ഇന്റർഫേസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP ലെയറും ആയിട്ടാണ്. A TCP entity accepts the user data streams from local processor, breaks them up into pieces and sends each piece as a separate IP datagram. TCP entity ആണ് ലോക്കൽ പ്രോസസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബേസിക്കലി നമുക്കൊരു ലോക്കൽ കമ്പ്യൂട്ടർ എന്ന് പറയാം. ആ ലോക്കൽ കമ്പ്യൂട്ടറിലോട്ട് ലോക്കൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ സ്ട്രീംസ് അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ കട്ട് ചെയ്ത് പല പീസസ് ആക്കുകയും എന്നിട്ട് അത് പ്രത്യേകം അയക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പ്രത്യേകം അയക്കുമ്പം അത് നേരത്തെ പറഞ്ഞ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്ട്രക്ചർ അനുസരിച്ചായിരിക്കും. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഫോർമാറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഡേറ്റ എവിടെ വരണം, ടു അഡ്രസ് എവിടെ വരണം, ഫ്രം അഡ്രസ് എവിടെ വരണം, എറർ ചെക്കിങ്ങിനുള്ള ബിറ്റ്സ് എവിടെ വരണം, കമ്മ്യൂണിക്കേഷനിന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി പലതരം ഫ്ലാഗ്സ് ഉണ്ട്, ആ ഫ്ലാഗിന്റെ ബിറ്റൊക്കെ എവിടെ വരണം എന്നൊക്കെ ഉള്ളത് ഈ IP ലെയർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ലെയറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ TCP എൻറ്റിറ്റിയാണ് ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ സ്ട്രീംസ് അക്സെപ്റ്റ് ചെയ്ത് അതിനെ പല പീസസ് ആക്കി മാറ്റി സെപ്പറേറ്റ് ഡേറ്റാഗ്രാം വഴി IP ഡേറ്റാഗ്രാം വഴി അത് അയക്കുന്നു. When datagrams containing TCP data arrive at a machine, they are given to the TCP entity which reconstructs the original byte streams. എന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റിംഗ് എൻഡില് നമ്മൾ പലതായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്ത് പല പാത്ത് വഴി അയക്കും. പക്ഷെ അവസാനം റിസീവിംഗ് കമ്പ്യൂട്ടറിൽ എത്തുമ്പം ഇതെല്ലാം കൂടെ വീണ്ടും റീഅസംബിൾ ചെയ്ത് അതിന്റെ ഒറിജിനൽ ഫോർമാറ്റ് ആക്കണം. വീണ്ടും റീഅസംബിൾ ചെയ്ത് അതിന്റെ ഒറിജിനൽ ഫോർമാറ്റ് ആക്കിയാൽ മാത്രമേ റിസീവിംഗ് കമ്പ്യൂട്ടറിന് അത് പ്രോസസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഇന്റർനെറ്റിൽ കൂടെ ട്രാവൽ ചെയ്ത് TCP ഡാറ്റ റിസീവിംഗ് മെഷീനിൽ എത്തുമ്പം ആ റിസീവിംഗ് മെഷീനിലുള്ള TCP എൻറ്റിറ്റി ആ പീസ് ഓഫ് സോഫ്റ്റ്വെയറിന്റെ ഡ്യൂട്ടിയാണ് ഇതിനെ പ്രോപ്പറായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്താൽ മാത്രമേ റിസീവിംഗ് സിസ്റ്റത്തിന് അത് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ. It is also up to TCP
to reassemble the datagrams into messages in the proper sequence. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ ഡിവൈഡ് ചെയ്ത് പല പാർട്സ് ആക്കി അയക്കും. ഈ പല പാർട്സ് ആക്കുന്ന പല പാത്ത് വഴി അയക്കാൻ പറ്റും. അപ്പം ഒരേ സമയത്ത് പാരലൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പാരലൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വഴി അയക്കും. അപ്പൊ പല പാത്ത് വഴി കിട്ടുന്നതിന് റിസീവിംഗ് സിസ്റ്റത്തിന് പ്രോപ്പർ ആയിട്ട് പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു പ്രോപ്പർ സീക്വൻസിൽ നമ്മൾ റീഅസംബിൾ ചെയ്തെടുക്കണം. ആ പ്രോപ്പർ സീക്വൻസിൽ റീഅസംബിൾ ചെയ്ത് എടുക്കുക എന്നൊക്കെ ഉള്ളത് റിസീവിംഗ് സിസ്റ്റത്തിലെ TCP പാർട്ടിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ TCP പാർട്ടിന്റെ ഡ്യൂട്ടിയാണ് ഇത് പ്രോപ്പർ ആയിട്ട് റീഅസംബിൾ ചെയ്ത് റിസീവിംഗ് സിസ്റ്റത്തിൽ ഒരു പ്രോപ്പർ സീക്വൻസിൽ ആക്കുക എന്നുള്ളത്. ഇനി TCP/IP പോലെ തന്നെ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ വരുന്ന അടുത്താണ് UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. is a streamlined economic class version of TCP, which is connectionless. നമ്മൾ നേരത്തെ പറഞ്ഞു TCP എന്നുള്ളത് കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. എന്ന് വെച്ചാൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകൂ. എന്നാൽ UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നില്ല. കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ്. It is very unreliable compared with TCP, which is connection protocol. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഒരു ന്യൂനത എന്ന് പറയുന്നത് TCP എന്നുള്ളത് റിലയബിലിറ്റി ലെവൽ ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ് TCP. പക്ഷെ TCP അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫുൾ ആയിട്ട് പറഞ്ഞാൽ TCP/IP. പക്ഷെ നെറ്റ്വർക്ക് പ്രോട്ടോകോളിൽ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് UDP. ആണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ആ UDP എന്ന് പറയുന്നത് അൺറിലയബിൾ ആണ്. TCP/IP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം റിലയബിലിറ്റി UDPക്ക് ഇല്ല. It is a protocol for applications that do not want sequencing and flow control and is widely used for client server type request. Widely used എന്നാണ് user അല്ല, widely used for client server type request. അപ്പം ഇത് സാധാരണ പ്രോപ്പർ ആയിട്ടുള്ള സീക്വൻസിങ് വേണ്ടാത്ത, കാരണം നേരത്തെ പറഞ്ഞ TCP/IP ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റം അയക്കുന്നതിന് മുമ്പ് സെപ്പറേറ്റ് ചെയ്തയക്കും, പല പാർട്സ് ആക്കും, ആ പാർട്സ് പല പാത്ത് വഴി അയക്കും. അപ്പം റിസീവിംഗ് സിസ്റ്റത്തിലെ TCPയുടെ ഡ്യൂട്ടിയാണ് അത് പ്രോപ്പർ ആയിട്ട് റീഅസംബിൾ ചെയ്ത് എടുക്കുക എന്നൊക്കെ ഉള്ളത്. അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും ഇതിനകത്ത് വരുന്നില്ല. കാരണം ഇതിനകത്ത് അപ്പം സീക്വൻസിങ് ഫ്ലോ കൺട്രോൾ കൊണ്ട് വേണ്ട. അപ്പൊ സാധാരണ ഒരു ക്ലയന്റും സെർവറും തമ്മിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും. ഫ്ലോ കൺട്രോൾ ഇറ്റ്സ് വൈഡ്ലി യൂസ്ഡ് ഫോർ ക്ലയന്റ് സെർവർ ടൈപ്പ് റിക്വസ്റ്റ്. It replaces queries in which prompt delivery is more important than accurate delivery. അപ്പോൾ ഇപ്പം ക്ലയന്റ് ഒരു ക്വറി ഇടുന്നു, അത് സെർവറിൽ പോയിട്ട് അതിന്റെ റിപ്ലൈ വരുന്നു, വീണ്ടും അടുത്ത ക്വറി ഇടുന്നു, അതിന്റെ റിപ്ലൈ വരുന്നു. അപ്പൊ അവിടെ പ്രോംപ്റ്റ് ഡെലിവറി എക്സാക്ട് സമയത്ത് റിപ്ലൈ വരിക എന്നുള്ള ഇമ്പോർട്ടൻസ് അല്ല. അവിടെ ആക്യുറസിക്ക് ഒരു ഹൈ ലെവൽ ഓഫ് ആക്യുറസിക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സ്പീച്ചും വീഡിയോയും. ഇപ്പൊ നമ്മൾ നെറ്റ് വഴി സ്പീച്ചും വീഡിയോ അയച്ചാൽ ഇപ്പൊ ഒരു 10 മിനിറ്റ് സ്പീച്ച് ആണെങ്കിൽ അതിലിടയ്ക്ക് ഒരു 5 സെക്കൻഡ് സ്പീച്ച് ലോസ്റ്റ് ആയാലും ബാക്കിയുള്ള സ്പീച്ച് മീനിങ്ലെസ് ആവുന്നില്ല. കാരണം ഇടയ്ക്കൊരു 5 സെക്കൻഡ് ഡേറ്റ ലോസ് വന്നാലും ബാക്കിയുള്ള സ്പീച്ചിന്റെ ഡേറ്റ വെച്ച് ആ വിട്ടുപോയ ഡേറ്റ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്തെടുക്കാം. ഇതേ കാര്യമാണ് വീഡിയോയിലുള്ള ഒരു 3 അവർ 3 അവർ ഫിലിം നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു 20 സെക്കൻഡ് ബ്രേക്ക് വന്നാലും അത് ബാക്കിയുള്ളതിനെ വലുതായിട്ട് അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ സ്പീച്ചോ വീഡിയോ പോലത്തെ ഡേറ്റ ഇതേപോലെ നമുക്ക് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ ബൈറ്റും ഷുവർ ആണെന്നൊന്നും ഷുവർ ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഈ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ അല്ലെങ്കിൽ UDP എന്ന് പറയുന്ന പ്രോട്ടോകോള് നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. Often the client sends a short request to server and expects a short reply back. സാധാരണ ഇവിടെ ക്ലയന്റ് ഒരു ഷോർട്ട് റിക്വസ്റ്റ് സെർവറിന് കൊടുക്കും, അതേപോലെ ഒരു ഷോർട്ട് റിപ്ലൈ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. If either the request or reply is lost, the client can just time out and try again. ഇപ്പൊ ഒരു റിക്വസ്റ്റ് കൊടുത്തു, ഒരു പർട്ടിക്കുലർ ടൈം വരെ അതിന് റിപ്ലൈ കിട്ടിയില്ല, അപ്പം നമ്മൾ ടൈം ഔട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവിടെ ട്രാൻസ്മിറ്റ് സിസ്റ്റം വീണ്ടും റിക്വസ്റ്റ് വീണ്ടും കൊടുക്കും. അപ്പം ഒരു റിക്വസ്റ്റ് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ടൈം ഔട്ട് ആയെന്ന് പറയും, അത് ട്രൈ again. വീണ്ടും ആ റിക്വസ്റ്റ് വീണ്ടും ഫോർവേഡ് ചെയ്യും. No setup is needed in advance and no release is needed afterward. Just 2 messages go over the network. ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഫുൾ സെറ്റപ്പിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണെന്ന്. അഡ്വാൻസ് ആയിട്ട് ഫുൾ ആയിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷന് ശേഷം അത് ഫുള്ളായിട്ട് റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഇതില് TCP/IP ആയിട്ട് കമ്പയർ ചെയ്യുമ്പം UDP പ്രോട്ടോകോളില് ഓവർ ഹെഡ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ ജസ്റ്റ് 2 മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു സിമ്പിൾ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ UDP യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു സീരിയസ് കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആക്യുറസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഡേറ്റ ഒന്നും മിസ്സാവാൻ പാടില്ല. അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ സ്വപ്പം കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള TCP/IP എന്നുള്ള നെറ്റ്വർക്ക് പ്രോട്ടോകോൾ യൂസ് ചെയ്യും. ഏറ്റവും റിലയബിൾ കമ്മ്യൂണിക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ് എങ്കിൽ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതേസമയം അത്ര റിലയബിലിറ്റിക്ക് ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ നമുക്ക് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ എന്ന് പറയുന്ന UDP എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ. ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ്. An application layer protocol defines how application process, clients and servers running on different end systems pass messages to each other. An application layer protocol എന്ന് പറഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ പ്രോസസ് എന്നുവെച്ചാൽ ക്ലയൻസും സെർവേഴ്സും, പ്രത്യേകിച്ച് ഇന്റർനെറ്റിലൊക്കെ നമ്മൾ എല്ലാവരും ഒരേ ടൈപ്പ് കമ്പ്യൂട്ടേഴ്സും അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസോ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. പല ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും പല ഡിഫറെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് വരുമ്പം അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മെസ്സേജസ് ഒക്കെ പാസ് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നത്. In particular, an application layer protocol defines rules for determining when and how a process sends messages and responds to messages. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോളിന്റെ മെയിൻ ഡ്യൂട്ടി ചില റൂൾസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ഏത് റൂൾസ്? എപ്പോഴും എങ്ങനെ ഒരു കമ്പ്യൂട്ടർ, ഇവിടെ പ്രോസസ് ഉദ്ദേശിക്കുന്ന ഒരു കമ്പ്യൂട്ടറിലുള്ള എൻറ്റിറ്റി എങ്ങനെ മെസ്സേജ് അയക്കണം, വേറൊരു കമ്പ്യൂട്ടറിൽ അയക്കണം. അതേപോലെ വേറൊരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു മെസ്സേജ് ഇങ്ങോട്ട് വരുമ്പം അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം. ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്ന മെക്കാനിസവും അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള മെക്കാനിസംസ് ഒക്കെയാണ് ഇവിടെ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസിൽ ഡീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് പല ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾസ് ഉണ്ട്. അതിൽ 1 by 1 ആയിട്ട് നോക്കാം. അതിൽ ഒന്ന് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, FTP. FTP is a standard internet protocol provided by TCP/IP used for transmitting the files from one host to another. FTP എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ഇത് TCP/IP ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫയൽസ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് ഫയൽസ് പ്രോപ്പറായിട്ട് അയക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ TCP/IP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു സ്റ്റാൻഡേർഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ഫയൽസ് പ്രോപ്പറായിട്ട് അയക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഹോസ്റ്റിൽ നിന്ന് വേറെ ഹോസ്റ്റിലോട്ട്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലോട്ട് പ്രോപ്പറായിട്ട് ഫയൽസ് അയക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ FTP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. It is mainly used for transferring the web page files from their creator to the computer that act as a server for the other computers on the internet. അപ്പം ഇത് സാധാരണ വെബ് പേജസ് പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. വെബ്സൈറ്റ്സ് നിങ്ങൾക്കറിയാം, ഒരു വെബ്സൈറ്റ് ഫോം ചെയ്യുന്നത് പല വെബ് പേജസ് വെച്ചാണ്. അപ്പോൾ വെബ് പേജസ് പലപ്പോഴും നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പം നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ വിസിറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് വെബ് പേജ് 1 by 1 ആയിട്ട് നമ്മളെ കമ്പ്യൂട്ടറിലോട്ട് വരണം. അതിനൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പം വെബ്സൈറ്റ്സ് ഒക്കെ ബ്രൗസ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് കുറെ ഡേറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെയൊക്കെ നമുക്ക് FTP എന്ന് പറഞ്ഞ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യാം. It is also used for downloading the files to computer from other servers. ഇന്റർനെറ്റിലൊക്കെയുള്ള പല സെർവേഴ്സിൽ നിന്ന് പല ടൈപ്പുള്ള ഫയൽസും നമുക്ക് MP3 ഫയൽ ആണെങ്കിലും ഓഡിയോ ഫയൽ ആണെങ്കിലും വേറെ വീഡിയോ ഫയൽ ആണെങ്കിലും ആ ടൈപ്പ് ഫയൽസ് ഒക്കെ പ്രോപ്പറായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഈ FTP പ്രോട്ടോകോൾ യൂസ് ചെയ്യാം. Numerous FTP servers all over the world allow people anywhere on the internet to log in and download whatever files have been placed on the FTP server. So numerous FTP servers ഉണ്ട്. അത് all over the world allow people anywhere on the internet to log in. FTP servers വെച്ച് ആർക്ക് വേണം ഇന്റർനെറ്റ് വഴി ലോഗിൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഫയൽസ് പ്രോപ്പറായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ FTP സെർവേഴ്സിൽ വെച്ചിരിക്കുന്ന ഫയൽസ് ആണ് നമ്മൾ പ്രോപ്പറായിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അടുത്ത സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, SMTP.
SMTP is a set of communication guidelines that allow software to transmit an electronic mail over the internet is called Simple Mail Transfer Protocol. SMTP, Simple Mail Transfer Protocol. അത് ഒരു ഇലക്ട്രോണിക് മെയിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഈ SMTP യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് മെയിലിലൊക്കെ ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് SMTP. It is a program used for sending messages to other computers users based on email address. Email address ബേസ് ചെയ്ത്, അതുകൊണ്ടാണ് ഇത് ബേസിക്കലി ഇമെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇമെയിൽ അഡ്രസ് ബേസ് ചെയ്ത് ഒരു യൂസറിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മെസ്സേജസ് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് അയക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. It provides mail exchange between users on the same or different computers. എന്ന് പറഞ്ഞാൽ അവിടെ മെയിൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ യൂസേഴ്സ് ഓൺ ദി സെയിം, ഒരേ ടൈപ്പ് കമ്പ്യൂട്ടർ തമ്മിൽ മെയിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സും തമ്മിൽ മെയിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതേപോലെ ഇത് വേറെ ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇറ്റ് ക്യാൻ സെൻഡ് എ സിംഗിൾ മെസ്സേജ് ടു വൺ ഓർ മോർ റെസിപ്പിയൻസ്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഇമെയില് ഒരു മെസ്സേജ് ഒരാൾക്ക് മാത്രമായിട്ട് അയക്കാം, ഒന്നിക്കുള്ള ആൾക്കാർക്കുമായിട്ടും അയക്കാം. അപ്പൊ അങ്ങനെ ഒരു സിംഗിൾ മെസ്സേജ് ഒരാൾക്ക് മാത്രമായിട്ടോ അതായത് ഒന്നിക്കൂടുതൽ ആൾക്കാർക്കോ നമുക്ക് അയക്കാൻ പറ്റും. അതേപോലെ സെൻഡിങ് മെസ്സേജസ് കണ്ടെയ്ൻ ടെക്സ്റ്റ്, വോയിസ്, വീഡിയോ ഓർ ഗ്രാഫിക്സ്. അതേപോലെ മെസ്സേജിനകത്ത് ടെക്സ്റ്റ് വരാം, വോയിസ് വരാം, വീഡിയോ വരാം, ഗ്രാഫിക്സ് വരാം. ഇതെല്ലാം ഇമെയിൽ മെസ്സേജിനകത്ത് എംബെഡ് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റും. ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. The main purpose of SMTP is used to set up communication rules between servers. Servers തമ്മിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ റൂൾസ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസ്. The servers have a way of identifying themselves and announcing what kind of communication they are trying to perform. അപ്പോൾ ഓരോ സർവേഴ്സിനും തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാനും അവർ ഏത് തരം കമ്മ്യൂണിക്കേഷൻ, ടെക്സ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണോ, അതോ ഓഡിയോ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണോ, അതോ വീഡിയോ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണോ പെർഫോം ചെയ്യുന്നതെന്നൊക്കെ അറിയിക്കാനുള്ള സംവിധാനം ഈ SMTPക്കകത്ത് ഉണ്ട്. They also have a way of handling the errors such as incorrect email address. അപ്പം റോങ് ഇമെയിൽ അഡ്രസ് ആണെങ്കിൽ നമ്മൾ അത് നോൺ എക്സിസ്റ്റന്റ് ആണ്, അപ്പൊ നമുക്ക് ആ മെയിൽ തിരിച്ച് ബൗൺസ് ചെയ്ത് വരുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സ് ഒക്കെ ഡീൽ ചെയ്യാനുള്ള പ്രോട്ടോകോൾ വേസ് ഈ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിനകത്ത് ഉണ്ട്. For example, if the recipient address is wrong, then receiving server reply with an error message of some kind. നമ്മൾ സാറിന് ബൗൺസ് മെയിൽ എന്നൊക്കെ പറയും. റെസിപ്പിയന്റ് അഡ്രസ് റോങ് ആണെങ്കിൽ അവിടെ സെർവർ പ്രോപ്പർ ആയിട്ട് എറർ മെസ്സേജ് വഴി അത് നമുക്ക് തിരിച്ച് അറിയിക്കുന്നുണ്ട് നമ്മളെ. അടുത്ത ഡൊമൈൻ നെയിം സിസ്റ്റം, DNS. DNS is a directory service that provides a mapping between the name of a host on the network and its numerical address. പലപ്പോഴും നമ്മൾ വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇപ്പം google.co.in അല്ലെങ്കിൽ yahoo.com അങ്ങനെയുള്ള നമ്മൾ ന്യൂമറിക്കൽ അഡ്രസ്സിനെക്കാളും നമ്മൾ പേരാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏത് വെബ്സൈറ്റിനും അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ അഡ്രസ് എന്ന് പറയുന്ന ഒരു പേരാണ്. ആ പേരും ആ വെബ്സൈറ്റിന്റെ IP അഡ്രസ്, ന്യൂമറിക്കൽ അഡ്രസ് ഉണ്ട്, ആ അഡ്രസ്സായിട്ട് മാപ്പ് ചെയ്യണം. ആ മാപ്പ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഇവിടെ ഡൊമൈൻ നെയിം സിസ്റ്റം അല്ലെങ്കിൽ DNS ചെയ്യുന്നത്. അപ്പോൾ ഒരു നെയിം ഒരു കമ്പ്യൂട്ടറിന്റെ നെയിമും അതിന്റെ അസോസിയേറ്റഡ് ന്യൂമറിക്കൽ ഫോമിലുള്ള അഡ്രസ് തമ്മിലുള്ള ഒരു അസോസിയേഷൻ. DNS is required for the functioning of the internet. ഇന്റർനെറ്റ് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡൊമൈൻ നെയിം സിസ്റ്റം അല്ലെങ്കിൽ DNS അവിടെ ആവശ്യമാണ്. Each node in a tree has a domain name, and a full domain name is a sequence of symbols specified by dots. ഇപ്പൊ നമുക്കറിയാം, ഒരു ഡൊമൈൻ നെയിം എടുത്താൽ google.com, www.google.com. അപ്പൊ അവിടെ ഒരു സീക്വൻസ് ഓഫ് ഓരോ ക്യാരക്ടേഴ്സ്, ഗൂഗിൾ GOOGLE, അത് ഓരോ സിമ്പിളാണ്. അത് ഡോട്ട് ഉണ്ട്, കോം ഉണ്ട്, അല്ലെങ്കിൽ co.in ആണെങ്കിൽ .co.in. അപ്പൊ അങ്ങനെ ഒരു ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. ഡൊമൈൻ നെയിമിന് പല പാർട്സ് ഉണ്ട്. DNS is a service that translates the domain name into IP address. നമ്മൾ നേരത്തെ പറഞ്ഞു, അടിസ്ഥാനപരമായിട്ട് IP അഡ്രസ് കിട്ടിയാലേ കമ്പ്യൂട്ടറിന് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റൂ. പക്ഷെ നമ്മൾ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്നത് ഡൊമൈൻ നെയിം,
നമുക്ക് ഏത് വെബ്സൈറ്റ് ആണോ വിസിറ്റ് ചെയ്യേണ്ടത് ആ വെബ്സൈറ്റ് ഡൊമൈൻ നെയിം ആയിരിക്കും. അപ്പൊ ഡൊമൈൻ നെയിമിനെ കറസ്പോണ്ടിങ് IP അഡ്രസ്സിലോട്ട് മാറ്റേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഡൊമൈൻ നെയിമിനെ കറസ്പോണ്ടിങ് IP അഡ്രസ്സിലോട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് ഈ DNS സർവീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. This allows the users of network to utilize user-friendly names when looking for other hosts instead of remembering IP address. പക്ഷെ നമ്മളിപ്പം മൊബൈൽ ഫോണിനകത്ത് നമ്മൾ എല്ലാവരുടെയും നമ്മൾ സ്ഥിരം കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഫോൺ നമ്പറൊക്കെ കോൺടാക്റ്റിൽ പേര് വെച്ച് സേവ് ചെയ്യും. അല്ലാതെ നമ്മൾ എല്ലാ നമ്പറും ഓർത്തിരിക്കാറില്ല, കാരണം ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പേര് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇതേപോലെ ഓരോ വെബ്സൈറ്റിനും അതിൻ്റെതായിട്ടുള്ള IP അഡ്രസ് ഉണ്ട്. നമുക്ക് IP അഡ്രസ് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമ്മൾ ഓരോ വെബ്സൈറ്റിനും ഓരോ പേര് കൊടുക്കും. അപ്പൊ പേര് വെച്ച് ഈ IP അഡ്രസ്സായിട്ട് മാപ്പ് ചെയ്യേണ്ടി വരും. ആ മാപ്പിംഗ് ഒക്കെ ചെയ്യുന്നതാണ് ഈ ഡൊമൈൻ നെയിം സിസ്റ്റം. For example, suppose the FTP site of EduSoft has an IP address of 132.147.165.50. Most people would reach this FTP by ftp.edusoft. നമ്മൾ ftp.edusoft.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ EduSoft സൈറ്റിലോട്ട് പോകാൻ പറ്റും. അല്ല നമ്മളിവിടെ 132.147.165.50 എന്നുള്ള ആ IP അഡ്രസ് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ftp.edusoft.com എന്നുള്ളത് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. അടുത്തത് Hypertext Transfer Protocol, HTTP. It is a protocol used to access the data on the World Wide Web, Internet, www. നമ്മളെ വെബ്സൈറ്റ് ഒക്കെ ബേസിക്കലി ഫോം ചെയ്തിരിക്കുന്നത് ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ വെച്ചാണ്. അപ്പോൾ വേൾഡ് വൈഡ് വെബ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ HTTP പ്രോട്ടോകോൾ ആവശ്യമുണ്ട്. The HTTP protocol can be used to transfer the data in the form of plain text, hypertext, audio, video, and so on. HTTP പ്രോട്ടോകോൾ വെച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് ഡാറ്റ അയക്കാം, ഹൈപ്പർ ടെക്സ്റ്റ് ആയിട്ട് അയക്കാൻ പറ്റും, ഓഡിയോ ഫോമിൽ അയക്കാൻ പറ്റും, വീഡിയോ ഫോമിൽ അയക്കാൻ പറ്റും, അങ്ങനെ പല ഫോമിൽ നമുക്ക് അയക്കാൻ പറ്റും. This protocol is known as Hypertext Transfer Protocol because of its efficiency that allows us to use in a hypertext environment where there are rapid jumps from one document to another document. കാരണം നമ്മൾ വെബ്സൈറ്റിന്റെ ഒരു പേജിന്റെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് വേറെ പേജിൽ പോവാം, ആ പേജിൽ നിന്ന് തിരിച്ച് വേറെ പേജിൽ പോവാം, അതിൽ നിന്ന് വേറെ പേജിൽ പോവാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും റാപ്പിഡായിട്ട് ഒരുപാട് ജമ്പിങ് വരുന്നുണ്ട് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ. അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളിന് സാധിക്കും. HTTP is similar to the FTP as it also transfers the files from one host to another host. ഒരു ഹോസ്റ്റിൽ നിന്ന് വേറെ ഹോസ്റ്റിലോട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇവിടെ നമുക്ക് HTTP നമുക്ക് യൂസ് ചെയ്യാം. But HTTP is simpler than FTP as HTTP uses only one connection, that is no control connection to transfer the files. Only കാരണം FTP യേക്കാൾ സിമ്പിൾ ആണ്. FTP അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ വേണം, ഇവിടെ only one കണക്ഷനേ ഉള്ളൂ. HTTP is used to carry the data in the form of MIME like format. ഒരു ഇൻവെസ്റ്റ്മെന്റ് എക്സ്ചേഞ്ച് ലൈക്ക് ഫോർമാറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. HTTP is similar to SMTP as data is transferred between client and server. ക്ലയന്റും സെർവറും തമ്മിൽ പ്രോപ്പർ ആയിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് HTTP യൂസ് ചെയ്യാം. The HTTP differs from SMTP in the way messages are sent from the client to the server and from server to the client. ക്ലയന്റിൽ നിന്ന് സെർവറിലോട്ടും അതേപോലെ സെർവറിൽ നിന്ന് ക്ലയന്റിലോട്ടും നമുക്ക് മെസ്സേജ് അയക്കാം. ആ മെസ്സേജസ് അയക്കുന്ന മെക്കാനിസത്തിൽ HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളും സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളും തമ്മിൽ വ്യത്യാസമുണ്ട്. SMTP messages are stored and forwarded, or HTTP messages delivered immediately. അതാണ് വ്യത്യാസം. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണെങ്കിൽ സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളിൽ മെസ്സേജസ് നമ്മൾ നേരിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. All clients and all servers must obey this protocol with HTTP only. It is possible to establish a TCP connection between the browser and the server, send a request and get a response, and then send additional request and get additional response. അപ്പോൾ HTTP ഫോർമാറ്റിൽ നമ്മളിപ്പോൾ ഒരു വെബ് പേജ് വിസിറ്റ് ചെയ്യുന്നു, അതിലൊരു ക്ലിക്ക് ചെയ്യുന്നു, അതിലൊരു ലിങ്ക് ആണെങ്കിൽ ആ ലിങ്ക് അടുത്ത പേജ് പോകുന്നു, ആ പേജിൽ പോയിട്ട് അതിൽ വേറൊരു ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ പോകുന്നു. അപ്പൊ നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, റെസ്പോൺസ്. റിക്വസ്റ്റ് ആണ് ക്ലിക്കിംഗ്, റെസ്പോൺസ് ആണ് നമ്മൾ ഏത് ലിങ്ക് ക്ലിക്ക് ചെയ്തു ആ പേജ് നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ റെസ്പോൺസ് പറയുന്നത്. അപ്പൊ ക്ലിക്ക് ചെയ്യുന്നു, ആ പേജ് കിട്ടുന്നു, സെൻഡ് റെസ്പോൺസ്. ഈ രീതിയിലാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്.
അടുത്ത പ്രോട്ടോകോൾ ടെൽനെറ്റ്. Telnet provides a connection to the remote computer in such a way that a logical terminal appears to be a remote site. നമുക്ക് ദൂരെ ഇരുന്നുകൊണ്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റിമോട്ട് കമ്പ്യൂട്ടറായിട്ട് ദൂരെ ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടെൽനെറ്റ് യൂസ് ചെയ്യാം. It is used to provide a general client server program that lets the user access any application program on remote computer. നമ്മൾ എപ്പോഴും സെർവറിൽ നേരിട്ട് ലോഗിൻ ചെയ്യണമെന്നില്ല. ദൂരെയുള്ള ഒരു കമ്പ്യൂട്ടർ ഇരുന്ന് ദൂരെയുള്ള ഒരു യൂസർ കമ്പ്യൂട്ടർ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു നോഡ് ബേസ് കമ്പ്യൂട്ടർ ഇരുന്നുകൊണ്ട് ദൂരെയുള്ള ഒരു സെർവറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ടെൽനെറ്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്യാം. A popular client server program, Telnet is used to meet such demands. അപ്പോൾ റിമോട്ട് ലോഗിൻ അല്ലെങ്കിൽ റിമോട്ട് ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ടെൽനെറ്റ്. Telnet is an abbreviation for terminal network. Terminal network എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ അബ്രിവേഷൻ ആണ് ഈ ടെൽനെറ്റ്. Telnet provides a connection to a remote computer in such a way that the local terminal appears to be at the remote side. അപ്പോൾ ദൂരെ ഇരുന്ന ഒരു കമ്പ്യൂട്ടറായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റിമോട്ട് ലോക്കൽ ആയിട്ടുള്ള ടെർമിനല് ദൂരെ ഇരിക്കുന്ന സെർവറിന്റെ ഒരു റിമോട്ട് ടെർമിനലായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അടുത്ത സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ SNMP. SNMP is a framework used for managing devices on the internet. ഇന്റർനെറ്റിലുള്ള പല ഡിവൈസസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്യാം. It provides a set of operations for monitoring and managing the internet. ഇന്റർനെറ്റിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും അതേപോലെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ SNMP സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ എന്നുള്ള SNMP-ക്കകത്തുണ്ട്. It is a part of Internet Protocol defined by Internet Engineering Task Force, IETF എന്ന് പറയും. അത് IETF പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ SNMP. It consists of a set of standards for network management, including an application layer protocol, a database schema, and a set of data objects. But proper network management features ഉണ്ട്, ഒരു application layer protocol ഉണ്ട്, ഒരു database proper manage your database schema ഉണ്ട്, അതൊരു data objects ഉണ്ട്. SNMP is used in network management systems to monitor network. ഒരു നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ SNMP യൂസ് ചെയ്യാം. Attached devices for conditions that warrant administrative attention. ചില ഡിവൈസ് പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡീൽ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഒരു ബാച്ച് ഉള്ള വർക്ക് പ്രിന്റ് ഔട്ട് എടുക്കുന്ന ഒരു ഹൈ ക്വാളിറ്റി പ്രിന്റർ അതിന് പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഡീൽ ചെയ്യാൻ അങ്ങനെയുള്ള എക്സാമ്പിൾസിലൊക്കെ നമുക്ക് SNMP നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ DHCP. Dynamic host configuration protocol is a method for automatically assigning IP address to client computers on a network. നെറ്റ്വർക്ക് ബൂട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സിന് IP അഡ്രസ് അസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ യൂസ് ചെയ്യാം. It allows both manual IP addresses assignment and automatic assignment. മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള IP അഡ്രസ് അത് അസൈൻമെന്റ് ചെയ്യുന്നു. DHCP is based on the idea of a special server that is IP address to host asking for one. അപ്പോൾ IP address generation scheme അല്ലെങ്കിൽ IP അഡ്രസ് പ്രോപ്പറായിട്ട് ജനറേറ്റ് ചെയ്ത് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോളിന്റെ ഡ്യൂട്ടി. നെറ്റ്വർക്ക് ന്യൂസ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ NNTP പ്രോട്ടോകോൾ ഫോർ യൂസ്നെസ് ന്യൂസ് സിസ്റ്റം. പലപ്പോഴും ഇന്റർനെറ്റിൽ നിന്ന് ന്യൂസ് ബേസ് ഐറ്റംസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോട്ടോകോളാണ് ഈ യൂസ് നെറ്റ് എന്ന് പറയുന്നത്. The news protocol can be used to call up a news article. ഒരു പ്രോപ്പർ ന്യൂസ് ആർട്ടിക്കിൾ കോൾ ചെയ്യാൻ വേണ്ടി ന്യൂസ് പ്രോട്ടോകോൾ നമുക്ക് യൂസ് ചെയ്യാം. Two formats are supported. The first one specifies a news group. The second one specifies an identifier for a news. ഒരു ന്യൂസ് ഗ്രൂപ്പ് നമുക്ക് ഇപ്പൊ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് ഒരു പർട്ടിക്കുലർ ഗെയിം ക്രിക്കറ്റ് ആണെങ്കിൽ അത് മൊത്തമായിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ന്യൂസ് ആർട്ടിക്കിൾ മാത്രമായിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പൊ ന്യൂസ് ബേസ് ഐറ്റംസ് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി ഈ നെറ്റ്വർക്ക് ന്യൂസ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യാം. The browser that fetches the given article from his news site is using the NSP. ഈ ന്യൂസ് ആർട്ടിക്കിൾ ഒക്കെ പ്രോപ്പറായിട്ട് ഫെച്ച് ചെയ്യാൻ വേണ്ടി ബ്രൗസർ ഈ നെറ്റ്വർക്ക് ന്യൂസ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്. ഓക്കെ, താങ്ക് യു.